അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഏതെങ്കിലും ഒരു വശം എടുക്കുക. ഇപ്പോൾ ഏതെങ്കിലും ദിക്റോ അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ ദിക്ർ എടുത്തിട്ട് എന്നിട്ട് തങ്ങളുടെ സ്വന്തം ഇച്ഛകൾക്കനുസരിച്ച് അതിനെ വ്യാഖ്യാനിച്ച് ഒരു കൊല്ലപ്പണിക്കാരൻ ഒരു ഇരുമ്പെടുത്താൽ അത് കത്തിയാക്കണമെങ്കിൽ കത്തിയാക്കുക, മഴയാക്കണമെങ്കിൽ മഴയാക്കുക എന്നാൽ അവനവൻ്റെ ഇച്ഛക്കനുസരിച്ച് അതിനെ മോഡിഫൈ ചെയ്തിട്ട് ആളുകൾക്കിടയിലേക്ക് ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇതിന് വലിയ ദീനിൻ്റെ മഹത്വം പോരിശ്യം വെച്ചു കൊടുക്കുക. ഇത് യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അം ലഹും ശുറക്കാഉ ശറഉ ലഹും മിന ദീനി മാ ലം യഅ്ദൻ ബിഹില്ലാഹ്. അവർക്ക് അള്ളാഹു അനുവാദം കൊടുക്കാത്ത ചില കാര്യങ്ങൾ മതത്തിൽ മതനിയമമാക്കുവാൻ ഉള്ള വേറെ വല്ല പങ്കാളികളും അവർക്കുണ്ടോ എന്ന് പറഞ്ഞാൽ മക്കത്തെ മുശ്രിക്കുകളെ പറ്റിയാണ് ചോദിക്കുന്നത്. അപ്പം അള്ളാഹ് ദീനാക്കാത്തൊരു കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനാക്കാത്തൊരു കാര്യം, അത് ദീനാക്കാൻ ഇവിടെ ആർക്കും അധികാരമില്ല. അതൊരു ദിക്റാണെങ്കിൽ പോലും, അതുപോലെ തന്നെ ഒരു മഹത്വമാണെങ്കിൽ പോലും, ഒരു എണ്ണം നിശ്ചയിക്കലാണെങ്കിൽ പോലും അത് അള്ളാഹുവും അവൻ്റെ പ്രവാചകൻ നിശ്ചയിച്ച എണ്ണമേ പാടുള്ളൂ. ഇപ്പോൾ നമുക്കറിയാം തവാഫിൽ 7 പ്രാവശ്യമാണ് തവാഫ് ചെയ്യേണ്ടത്. അപ്പം നല്ലൊരു നശീത്തായ ഒരാൾക്ക് 14 വട്ടം തവാഫ് ചെയ്താൽ ശരിയാവില്ലല്ലോ. ഇപ്പോൾ 7 വട്ടമാണ് എറിയേണ്ടത്. അത് 8 ആകാനും പറ്റില്ല, 6 ആകാനും പറ്റില്ല. അപ്പോൾ എണ്ണം എത്രയാണോ ശരിയത്ത് നിശ്ചയിച്ചത്. ദുഹർ 4 റക്അത്താണ്, അത് 5 ആകാൻ പറ്റില്ല, 3 ആകാൻ പറ്റില്ല. മഗ്രിബ് 3 ആണ്, അത് 4 ആകാൻ പറ്റില്ല, 5 ആകാൻ പറ്റില്ല. അപ്പോൾ ആ എണ്ണത്തിന് പ്രത്യേകത ഉണ്ട്. ആ എണ്ണം നിശ്ചയിക്കുന്ന ആരാണ്? ശാരിയായിരിക്കണം. അള്ളാഹു അവൻ്റെ പ്രവാചകനാണ് എണ്ണം നിശ്ചയിക്കേണ്ടത്. ആ എണ്ണം നിശ്ചയിച്ചാൽ മാത്രം പോരാ, ആ എണ്ണത്തിൻ്റെ മഹത്വവും ആര് നിശ്ചയിക്കണം? അള്ളയും റസൂലും നിശ്ചയിക്കുന്ന അവസ്ഥ ഉണ്ടാകും. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാൻ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, ഐ ഹും ലാ യത്തബിഊന മാ ശറഅ അല്ലാഹു ലക മിനദ് ദീനിൽ ഖവീം. നബിയെ, നിങ്ങൾക്ക് നാം നിശ്ചയിച്ചു തന്ന ശരീഅത്തിനെ അവർ പിൻപറ്റില്ല. അവർക്ക് അതൊന്നും വേണ്ട, ഇസ്ലാമിനുള്ള കാര്യങ്ങളൊന്നും അവർക്ക് വേണ്ട. ബൽ എന്നാൽ ബെത്തബിഊന മാ ശറഅ ലഹും ശയാത്തീനുഹും മിനൽ ജിന്നി വൽ ഇൻസി. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ജിന്നുകളും ശൈത്താന്മാർ, പിന്നെ ഇൻസുകളിൽപ്പെട്ട ഒരു നേതാക്കന്മാർ ശൈത്താന്മാരൊക്കെ ഉണ്ടല്ലോ, അവരുണ്ടാക്കി കൊടുത്ത ശരീഅത്തുണ്ടല്ലോ, അതാണ് പിൻപറ്റുക. അള്ളാഹ് റസൂൽ ഉണ്ടാക്കിയ ശരീഅത്തിൽ ദിക്റും മാത്രം നമ്മുടെ ആൾക്ക് മാത്രമില്ലല്ലോ. ബംഗാളിച്ച് സുന്നത്തോമ്പും പിന്നെ എല്ലാ തിങ്കളാഴ്ചയും വ്യാഴ്ചയും ഒക്കെ സുന്നത്തോമ്പുണ്ട്. പക്ഷെ ആ സുന്നത്തോമ്പിന് മഹത്വമൊന്നുമില്ല. എന്നാൽ ബറാത്ത് നോമ്പിനുള്ള മഹത്വഘടനകൾ അത് ഭയങ്കര പുരുഷന്, അത് നോക്കാത്ത ആരും ഉണ്ടാവില്ല. പിന്നെ വഹാബിയായി പോണ രൂപത്തിലുണ്ടാവും. അപ്പോൾ ഇതാണ് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി പറഞ്ഞത്, ബൽ യത്തബിഊന മാ ശറഅ ലഹും ശയാത്തീനുഹും മിനൽ ജിന്നി വൽ ഇൻസി മിൻ തഹരീമി മാ ഹറമു അലൈഹിം മിനൽ ബഹീറത്തി വസ്സായിമത്തി വറസൂലിൽ ഹം എന്ന് പറഞ്ഞ മക്കത്തെ മുശ്രിക്കുകളെ പറ്റി പറയാം. അപ്പോൾ ഇത് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ഖൗമിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ എന്താ വെച്ചാൽ, അള്ളാഹും റസൂലും പറഞ്ഞതിന് അപ്പുറത്തേക്ക് ശരീഅത്തുണ്ടാക്കുക. അതാണ് പ്രവാചകൻ പറഞ്ഞ മൻ ഹദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. അത് തള്ളപ്പെടേണ്ടതാണ്. അത് ഖുർആനിലും സുന്നത്തിലും ഇല്ലാത്ത ഏത് പുരുഷയാണെങ്കിലും, അത് ഇനി റൗളൻ്റെ മുകളിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും ഇനി പച്ചക്കുമ്പൻ്റെ മുകളിൽ എഴുതി വെച്ചെന്ന് പറഞ്ഞാലും അതൊരു ദിക്റായിട്ടൊന്നും അവിടെ എഴുതി വെച്ചിട്ടില്ല, അത് വേറെ വിഷയം. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ പോലും അത് പോരിശുണ്ടാക്കി കഴിഞ്ഞാൽ അത് തള്ളപ്പെടേണ്ടതാണ്.